ഹായ്, അസർബൈജാനിൽ നിന്നുള്ള അവസാന വീഡിയോയിലേക്ക് സ്വാഗതം. അസർബൈജാനിന്റെ പ്രകൃതി ദൃശ്യങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അസാധാരണമായ പ്രകൃതി പ്രതിഭാസങ്ങൾ സാധാരണ വിനോദസഞ്ചാര പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വേറിട്ട അനുഭവം നൽകുന്നവയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട പരിവേഷണം ചെയ്യപ്പെടാത്ത നിരവധി ഭൂപ്രദേശങ്ങൾ അസർബൈജാനിലുണ്ട്. സഞ്ചാരികളുടെ ജിജ്ഞാസ ഉണർത്തുന്ന അതുല്യവും അപൂർവവുമായ പ്രകൃതി അത്ഭുതങ്ങളാൽ സമ്പന്നമാണ് അസർബൈജാന്റെ ഭൂപ്രകൃതി. തലസ്ഥാന നഗരമായ ബാക്കുവിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിനും ചെളി അഗ്നിപർവ്വതങ്ങൾക്കും പേരുകേട്ടതാണ്. ചരിത്രാതീത പുരാതന സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന ഭൂമിശാസ്ത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായ പ്രാധാന്യത്തിന്റെ ആകർഷകമായ ഒരു സംയോജനമാണ് ഈ പ്രദേശം. ഈ വഴിയുടെ അരികിലും എണ്ണ കുഴിച്ചെടുക്കുന്ന കിണറുകളും അതിനോടനുബന്ധിച്ചുള്ള വ്യവസായ കേന്ദ്രങ്ങളും കാണാൻ സാധിക്കും. റോഡിന്റെ അരികിലൂടെയും മുകളിലൂടെയും ഒക്കെയാണ് എണ്ണയും വാതകവും കടത്തിക്കൊണ്ടുപോകുന്ന മഞ്ഞ നിറമുള്ള പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ആദ്യം സന്ദർശിക്കുന്നത് ഗോബുസ്ഥാനിലെ ചെളി അഗ്നിപർവ്വതങ്ങളാണ്. ഗോബുസ്ഥാൻ സംരക്ഷണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചെളി അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഗോബുസ്ഥാൻ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ചെളി അഗ്നിപർവ്വതത്തിലേക്കുള്ള ഏക വഴി സുഖകരമായ ഒരു ഓഫ് റോഡ് യാത്രയാണ്. യാത്ര കാറിലായതുകൊണ്ടാണ് അത് സുഖകരമാണെന്ന് ഞാൻ പറഞ്ഞത്. ഗോബുസ്ഥാനും ചെളി അഗ്നിപർവ്വതത്തിനും ഇടയിലുള്ള ഏക ഗതാഗത മാർഗം ലോക്കൽ ടാക്സിയാണ്. ഏകദേശം 30 മിനിറ്റ് എടുക്കുന്ന ഈ യാത്രയ്ക്ക് വിലപേശാനുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു കാറിന് 1000 മുതൽ 2000 രൂപ വരെ കൊടുക്കേണ്ടി വരും. പക്ഷേ ടാക്സി കിട്ടാൻ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. റഷ്യയിൽ നിർമ്മിച്ച പഴയ ലാഡ കാറുകളാണ് ഈ ടാക്സികൾ. അസർബൈജാനിലെ ലാഡ കാറുകൾ, പ്രത്യേകിച്ച് പഴയ മോഡലുകൾ, അവയുടെ ലാളിത്യം, ഈട്, ഗൃഹാതുരത്വം എന്നിവയാൽ പല അസർബൈജാനികൾക്കും വിലമതിക്കുന്ന ഒരു വാഹനമാണ്. 1960കൾ മുതൽ സോവിയറ്റ് കാലഘട്ടത്തിനും അതിനുശേഷവുമുള്ള ഓട്ടോമോട്ടീവ് ചരിത്രത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന പേരുകളിൽ ഒന്നാണ് ലാഡ കാറുകൾ. ഈ പഴയ കാറുകൾ 80-90 കിലോമീറ്റർ വേഗതയിലാണ് മലമുകളിലേക്കുള്ള ഇവിടുത്തെ ദുർഘടമായ റോഡുകളിലൂടെ ഓടുന്നത്. ഗോബുസ്ഥാൻ റിസർവിൽ നിന്ന് ലാഡ കാറിൽ ചെളി അഗ്നിപർവ്വതങ്ങളിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ലാഡയുടെ പ്രശസ്തമായ ഈടും ഓഫ് റോഡ് കഴിവുകളും പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്. ഗോബുസ്ഥാനിലെ വരണ്ട ഭൂപ്രകൃതികളിലൂടെ വളഞ്ഞു മുളഞ്ഞതും ടാർ ചെയ്യാത്തതുമായ പാതകളിലൂടെ പൊടി നിറഞ്ഞ ഭൂപ്രദേശങ്ങളും പാറക്കെട്ടുകളും പിന്നിട്ട് ഇരമ്പിപ്പായുന്ന ഈ കാറുകൾ ഒരു അത്ഭുതം തന്നെയാണ്. ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയുള്ള മിനിമം സജ്ജീകരണങ്ങൾ മാത്രമുള്ള ഈ പഴയ കാറുകളിൽ അസർബൈജാനിലെ മണ്ണും കല്ലും നിറഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. ഈ അരമണിക്കൂർ യാത്ര നമുക്കൊരു റോളർ കോസ്റ്റർ അനുഭവമാണ് നൽകുന്നത്. ഗോബുസ്ഥാൻ ചെളി അഗ്നിപർവ്വതങ്ങളിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് കാലെടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. തരിശായി കിടക്കുന്ന മണ്ണ് ഭൂമിയിൽ പ്രത്യേക പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു. മരങ്ങളോ കുറ്റിക്കാടുകളോ പുല്ലുകളോ ഇല്ലാത്ത ഇളം ചാരനിറത്തിലുള്ള താഴ്ന്ന കുന്നുകൾ ദൂരെ നീണ്ടു കിടക്കുന്നു. ഗോബുസ്ഥാൻ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോബുസ്ഥാൻ ചെളി അഗ്നിപർവ്വതങ്ങൾ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ ഒന്നാണ്. ലോകത്തിലെ 800 ചെളി അഗ്നിപർവ്വതങ്ങളിൽ പകുതിയോളം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവയിൽ ചിലത് 100 കണക്കിന് മീറ്ററോളം ഉയരത്തിൽ വരെ എത്തുന്നു. കാസ്പിയൻ കടലിന്റെ അടിത്തട്ടിൽ 140-ലധികം ചെളി അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കു ദ്വീപ സമൂഹത്തിലെ 8 ദ്വീപുകൾ അഗ്നിപർവ്വത സാന്നിധ്യമുള്ളവയാണ്. ചെളി അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ചെളി, വെള്ളം, വാതകങ്ങൾ എന്നിവ ഉപരിതലത്തിൽ വലിയ കുമിളകൾ രൂപപ്പെടുത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന കാഴ്ച ശ്രദ്ധേയമാണ്. ടെക്ടോണിക് ചലനങ്ങളാൽ പ്രകൃതിവാതകം, എണ്ണ, വെള്ളം എന്നിവയാൽ രൂപപ്പെടുന്ന കട്ടിയുള്ള ചെളി അഗ്നിപർവ്വതങ്ങളുടെ സ്വഭാവ സവിശേഷതകളായ കോൺ ആകൃതിയിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ശാസ്ത്രീയമായി ഈ ചെളി അഗ്നിപർവ്വതങ്ങൾ ഭൂമിശാസ്ത്ര പ്രക്രിയകളെപ്പറ്റി പഠിക്കുന്നതിന് നിർണായകമാണ്. മീഥെയിൻ പോലുള്ള വാതകങ്ങൾ പുറത്തുവിടുന്ന ഇവ പ്രകൃതിവാതകത്തിന്റെയും പെട്രോളിയം നിക്ഷേപങ്ങളുടെയും സൂചകങ്ങളായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ചെളിയിൽ കാണപ്പെടുന്ന ധാതുക്കളും സൂക്ഷ്മജീവികളും പുരാതന ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും അവ ചരിത്രാതീത ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യുന്നു.
ഗോപുസ്ഥാനിലെ ചെളി അഗ്നിപർവ്വതങ്ങൾക്ക് 25 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള സമ്പന്നമായ ഒരു ഭൂമിശാസ്ത്ര ചരിത്രമുണ്ട്. ആധുനിക ഗവേഷണത്തിന് വളരെ മുമ്പ് തന്നെ പുരാതന നാഗരികതകൾക്ക് ചെളി അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് പുരാവസ്തു പഠനങ്ങൾ കാണിക്കുന്നു. ആദ്യകാല സമൂഹങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ സൂചനയായി സമീപത്തു നിന്നും ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, മനുഷ്യവാസത്തിന്റെ അടയാളങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറം ഗോപുസ്ഥാനിലെ ചെളി അഗ്നിപർവ്വതങ്ങൾക്ക് പാരിസ്ഥിതിക പ്രാധാന്യവുമുണ്ട്. തീവ്രമായ സാഹചര്യങ്ങളിൽ വളരുന്ന ഇവിടുത്തെ അതുല്യമായ ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും ജീവന്റെ പ്രതിരോധശേഷിയെയും അതിന്റെ നിലനിൽപ്പിനെയും കുറിച്ചുള്ള വിലയേറിയ പഠനങ്ങൾക്ക് സഹായിക്കുന്നു. ഇന്ന് ഗോപുസ്ഥാനിലെ ചെളി അഗ്നിപർവ്വതങ്ങൾ ഒരു ജനപ്രിയ വിനോദസഞ്ചാര ആകർഷണവും ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള കേന്ദ്രവുമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് എന്ന നിലയിൽ അവ ഭൂമിയെ രൂപപ്പെടുത്തുന്ന ചലനാത്മക ഭൂമിശാസ്ത്ര ശക്തികളെയും പ്രദേശത്തിന്റെ സമ്പന്നമായ മനുഷ്യ ചരിത്രത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഗോപുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലം അസർബൈജാനിന്റെ ഒരു പ്രധാന പുരാവസ്തു ചരിത്ര സ്ഥലമാണ്. ഗോപുസ്ഥാൻ ദേശീയോദ്യാനം വരെ നീളുന്ന നിരവധി കുന്നുകളുടെയും താഴ്വരകളുടെയും ഒരു പരമ്പരയിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 5000 മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രാതീത മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നിർണായകമായ രേഖകൾ നൽകുന്ന വിപുലമായ പാറയിലുള്ള കൊത്തുപണികളുടെ ശേഖരത്തിന് ഈ പ്രദേശം പ്രശസ്തമാണ്. ചെളി അഗ്നിപർവ്വതങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം 7-8 കിലോമീറ്റർ അകലെയുള്ള ഗോപുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ജനപ്രിയ ആകർഷണങ്ങളായ ഈ 2 സ്ഥലങ്ങളും ഗോപുസ്ഥാൻ ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്. ഗോപുസ്ഥാൻ ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന റോക്ക് ആർട്ട് മ്യൂസിയത്തിൽ ചരിത്രാതീത കാലത്തെ ശിലാ കൊത്തുപണികളുടെയും പെട്രോഗ്ലിഫുകളുടെയും വിപുലമായ ഒരു ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. പുരാതന ചരിത്രം, പുരാവസ്തു ശാസ്ത്രം, സാംസ്കാരിക പൈതൃകം എന്നിവയിൽ താല്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ് ഈ മ്യൂസിയവും പരിസര പ്രദേശങ്ങളും. അഞ്ചര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഗോപുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് സ്ഥിതി ചെയ്യുന്ന ഗോപുസ്ഥാൻ സ്റ്റേറ്റ് റിസർവ് 6000-ലധികം പാറയിലെ കൊത്തുപണികളോട് കൂടിയ പുരാവസ്തു സ്മാരകങ്ങളാൽ സമ്പന്നമാണ്. 5000 മുതൽ 20,000 വർഷം വരെ പഴക്കമുള്ള ഈ ശിലാലിഖിതങ്ങൾ കോക്കസസിലെ ചരിത്രാതീത ജീവിതത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നു. ആളുകൾ, മൃഗങ്ങൾ, യുദ്ധങ്ങൾ, ആചാരനൃത്തങ്ങൾ, കാളപ്പോര്, സായുധരായ തുഴക്കാരുള്ള ബോട്ടുകൾ, കുന്തങ്ങൾ പിടിച്ചു നിൽക്കുന്ന യോദ്ധാക്കൾ, ഒട്ടകയാത്രാ സംഘങ്ങൾ, ആകാശഗോളങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പാറക്കെട്ടുകളെ അഭയത്തിനായി ഉപയോഗിക്കുകയും സാംസ്കാരിക അടയാളങ്ങളായി ഈ പാറ കൊത്തുപണികൾ സൃഷ്ടിക്കുകയും ചെയ്ത ആദ്യകാല മനുഷ്യർ ഈ പ്രദേശത്ത് താമസിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. വേട്ടയാടൽ, നൃത്തം, ഗോത്രപ്രവർത്തനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പാറയിൽ കൊത്തിയ ചിത്രങ്ങളും എഴുത്തുകളും അവരുടെ ജീവിതത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഒന്നിലധികം പുരാതനമായ വലിയ പാറക്കെട്ടുകളിൽ കാണപ്പെടുന്ന ചില കൊത്തുപണികൾ നൂറ്റാണ്ടുകളായി കൊത്തിയെടുത്തതാണ്. ഈ കൊത്തുപണികൾ ആത്മീയ വിശ്വാസങ്ങളെയും മന്ത്രവാദികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും പോലുള്ള ആകാശഗോളങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രൂപങ്ങളോട് സാമ്യമുള്ളവയാണ്. സ്ത്രീകൾ വേട്ടയാടലിൽ പങ്കെടുത്തിരിക്കാമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഗോത്ര ജീവിതത്തിലെ നിരവധി രംഗങ്ങൾ ഈ ശിലാലിഖിതങ്ങൾക്കിടയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഗോപുസ്ഥാനിലെ പാറകൾ മൃഗങ്ങളെ കഠിനമായ കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുകയും സുരക്ഷിതമായ താമസ സ്ഥലം നൽകുകയും ചെയ്തു. ഇത് പ്രാദേശിക വേട്ടക്കാരെ ആകർഷിക്കുകയും ക്രമേണ അവർ ഇവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ആദ്യകാല നിവാസികൾ ഗോത്രവ്യവസ്ഥയിലും കൂട്ടായ ഉൽപാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃവംശപരവും സാമുദായികവുമായ വംശവ്യവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്. നാടോടികളായ വേട്ടക്കാരിൽ നിന്നും സ്ഥിരതാമസമുള്ള സമൂഹങ്ങളിലേക്കുള്ള മാറ്റത്തെ ഇവിടുത്തെ റോക്ക് ആർട്ട് ചിത്രീകരിക്കുന്നു. ചില ചിത്രീകരണങ്ങൾ ആദ്യകാല ആത്മീയ വിശ്വാസങ്ങളെയും കാർഷിക രീതികളെയും സൂചിപ്പിക്കുന്നു. പുരാതന മനുഷ്യ സമൂഹങ്ങൾ, അവരുടെ സാമൂഹിക ഘടനകൾ, പാരിസ്ഥിതിക പൊരുത്തപ്പെടലുകൾ, ആത്മീയ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്ന വലിയ പുരാവസ്തു പ്രാധാന്യമുള്ള ഈ സ്ഥലം ചരിത്രാതീത ഭൂതകാലത്തെ പ്രകാശിപ്പിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ തുടരുന്നതിനാൽ ഇന്നും ഗവേഷണങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി തുടരുന്നു.
തന്റെ പിതാവ് ഹൈദർ അലിയേവിന്റെ പിൻഗാമിയായി 2003 മുതൽ ഇൽഹാം അലിയേവ് പ്രസിഡന്റായ അസർബൈജാൻ ഒരു ഏകീകൃത പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ്. പ്രസിഡന്റിലിസവും സ്വേച്ഛാധിപത്യവും സംയോജിപ്പിച്ച് പ്രസിഡന്റിന്റെ കൈകളിൽ ഗണ്യമായ അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് രാജ്യത്ത് നിലവിലുള്ളത്. രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരികയും പ്രാദേശിക സ്വാധീനം നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവകാശങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവയിൽ അതിന്റെ മനുഷ്യാവകാശ റെക്കോർഡ് അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. അസർബൈജാനിൽ 95% പേരും മുസ്ലിം ജനസംഖ്യയാണെങ്കിലും രാജ്യം മതത്തോട് താരതമ്യേന ലിബറലും മതേതരവുമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നീണ്ട 70 വർഷത്തെ സോവിയറ്റ് ആധിപത്യം പള്ളികൾ അടച്ചുപൂട്ടി മതനേതാക്കളെ പീഡിപ്പിച്ച് മതപരമായ ആചാരങ്ങളെ അടിച്ചമർത്തിയത് അസർബൈജാനിന്റെ മതേതര സർക്കാരിനെ രൂപപ്പെടുത്തി. വിശ്വാസം ഒരു വ്യക്തിപരമായ കാര്യമായി മാത്രം കാണുന്ന ഇവിടെ പള്ളികളുടെയും പർദ്ദ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെയും എണ്ണത്തിലുള്ള കുറവ് പോലെ മതപരമായ ആവിഷ്കാരം കൂടുതൽ മിതത്വമുള്ളതും ദൃശ്യമില്ലാത്തതുമാണ്. സോവിയറ്റ് പാരമ്പര്യവും ലിബറൽ നഗര സംസ്കാരവും സ്വാധീനിച്ച ഒരു സമൂഹത്തിൽ വിവിധ മതസമൂഹങ്ങൾ ഇന്നിവിടെ സമാധാനപരമായി സഹവർത്തിക്കുന്നു. മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ അപേക്ഷിച്ച് മദ്യത്തിന് യാതൊരു ക്ഷാമവുമില്ലാത്ത ഒരു രാജ്യമാണ് അസർബൈജാൻ. പ്രത്യേകിച്ചും റഷ്യൻ പാനീയമായ വോഡ്ക, വിവിധതരം വീഞ്ഞുകൾ, പ്രാദേശികമായി കൊന്യാക് എന്നറിയപ്പെടുന്ന ബ്രാൻഡി എന്നിവയുടെ വിപുലമായ ശേഖരം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സുലഭമാണ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വിലയും വളരെ കുറവാണ്. അസർബൈജാനിൽ കാർപ്പറ്റ് നെയ്ത്ത് വെറും ഒരു കലാരൂപമല്ല, മറിച്ച് ദേശീയ അഭിമാനത്തിന്റെയും കരകൗശലത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അസർബൈജാനി പരവതാനികളുടെ ശേഖരമുള്ള 1967 സ്ഥാപിതമായ ബാക്കു കാർപ്പറ്റ് മ്യൂസിയം സെറാമിക്സ് ലോഹപ്പണികൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുൾപ്പെടെ 10,000-ലധികം പുരാവസ്തുക്കളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ഗോത്ര, ഗ്രാമ ഡിസൈനുകൾ മുതൽ പ്രകൃതി, ദൈനംദിന ജീവിതം, ആത്മീയത എന്നിവയുടെ തീമുകൾ പ്രതിഫലിപ്പിക്കുന്ന കൂടുതൽ ആധുനിക ശൈലികൾ വരെയുള്ള വൈവിധ്യമാർന്ന പരവതാനികൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയത്തിന്റെ വിപുലമായ ശേഖരം നിരവധി നൂറ്റാണ്ടുകളായി വ്യാപിച്ചു കിടക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന അസർബൈജാനിന്റെ പരവതാനി നെയ്ത്ത് പൈതൃകം സംരക്ഷിക്കുന്നതിൽ ബാക്കു കാർപ്പറ്റ് മ്യൂസിയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 2010 മുതൽ ഫ്രാൻസ് ജോഡിൽ രൂപകൽപ്പന ചെയ്ത ചുരുട്ടിയ പരവതാനിയുടെ ആകൃതിയിലുള്ള അതിശയകരമായ പുതിയ കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്റെ അസർബൈജാൻ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ത്യക്കാർ അധികമില്ലാത്ത ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ ഭക്ഷണം എന്നത്, പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ഹോട്ടലിൽ നിന്നും കഴിക്കുക എന്നത് അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ്. ഞങ്ങളുടെ ആഗ്രഹം ബാക്കുവിലുള്ള ജിനേഷ് നടത്തുന്ന മഹാറാണി ഹോട്ടലിൽ നിന്നും ഞങ്ങൾക്ക് സാധ്യമായി. രുചിയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് തന്ന ജിനേഷിനും ഫാമിലിക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ. കുടുംബസമേതം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് അസർബൈജാൻ. സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറുന്ന ഈ രാജ്യത്തിൽ നിന്നും ഒട്ടേറെ നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. വേറൊരു രാജ്യത്തിന്റെ സവിശേഷമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.